മമ്മൂക്ക മൂവിയായ ടർബോയുടെ ടോട്ടൽ ബിസിനസ്സും ലാലേട്ടൻ്റെ 4Kയിൽ വരുന്ന ദേവദൂതൻ എന്ന ചിത്രത്തിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഒക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അതിലേക്ക് വരാൻ അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മോഹൻലാലിനെ നായകനാക്കിയിട്ട് സിബി മലയിൽ സംവിധാനം ചെയ്ത് 2000 തിയേറ്ററിലെത്തിയ മൂവിയാണ് ദേവദൂതൻ. വലിയ ഒരു അട്ടർ ഫ്ലോപ്പ് തന്നെയായിരുന്നു ഈ ഒരു ചിത്രത്തിന് തിയേറ്ററിൽ സംഭവിച്ചത്. രഘുനാഥ് പാലേരിയായിരുന്നു ചിത്രത്തിൻ്റെ തിരക്കഥ കൈകാര്യം ചെയ്തത്. പിന്നീട് ടിവിയിൽ വന്ന് കണ്ട് പ്രേക്ഷകരുടെ ഇഷ്ടം സമ്പാദിക്കാൻ ഈ ഒരു ചിത്രത്തിന് സാധിച്ചു. വിദ്യാസാഗർ ആയിരുന്നു ചിത്രത്തിന് മ്യൂസിക് കൈകാര്യം ചെയ്തത്. മികച്ച രീതിയിലുള്ള പാട്ടുകൾ തന്നെയാണ് ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. 4Kയിൽ റിലീസാവുന്ന ചിത്രത്തിൻ്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയിട്ടുണ്ടായിരുന്നു. കോക്കേഴ്സ് ഫിലിംസിൻ്റെ യൂട്യൂബ് ചാനലിലാണ് ട്രെയിലർ റിലീസായിരിക്കുന്നത്. 7 ലക്ഷത്തിൻ്റെ അടുത്ത് ട്രെയിലറിന് വ്യൂസ് കിട്ടിയിട്ടുണ്ട്. ട്രെയിലറിൻ്റെ അടിയിൽ വരുന്ന കമൻസുകൾ വായിച്ചാൽ വളരെ പോസിറ്റീവോടെ തന്നെയാണ് പ്രേക്ഷകർ ഈ ഒരു ചിത്രം കാണാൻ കാത്തിരിക്കുന്നത്. അതിൽ എൻ്റെ ശ്രദ്ധ ആകർഷിച്ച ഒരു കമൻസ് ആയിരുന്നു, ഒരു വട്ടം തിയേറ്ററിൽ പരാജയപ്പെടുത്തിയ ചിത്രത്തെ രണ്ടാമതും തിയേറ്ററിൽ പരാജയപ്പെടുത്തരുത്, എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്നാണ് ഒരാൾ കമൻസായി രേഖപ്പെടുത്തിയത്. ലാലേട്ടൻ്റെ സ്ഫടികം മുന്നേ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ ദേവദൂതനും കൂടെ വരുന്നു. ഈ ഒരു ചിത്രം കൂടെ തിയേറ്ററിൽ ആളെത്തിക്കഴിഞ്ഞാൽ വീണ്ടും ഒട്ടനവധി സിനിമകൾ മലയാളത്തിൽ നിന്നും റിലീസായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ന് മമ്മൂക്ക മൂവിയായ ടർബോ 50 ദിവസങ്ങൾ ബോക്സ് ഓഫീസിൽ പൂർത്തീകരിച്ചിരിക്കുകയാണ്. കേരളത്തിൽ ഇപ്പോഴും 2 തിയേറ്ററിലാണ് ഈ ഒരു ചിത്രം ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതാ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ ഏകദേശം പുറത്തു വന്നിരിക്കുകയാണ്. ഇതുവരെ ചിത്രത്തിന് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും 80 കോടിയോളം രൂപയാണ് നേടാൻ സാധിച്ചത് എന്നാണ് ട്രാക്കേഴ്സ് പുറത്തുവിടുന്നത്. അതുപോലെ തന്നെ ഡിജിറ്റൽ റൈറ്റ്സിലൂടെ ഈ ഒരു ചിത്രത്തിന് 25 കോടിയോളം കിട്ടിയെന്നും കൂടെ അവർ കൂട്ടിച്ചേർക്കുന്നു. അങ്ങനെ ചിത്രത്തിന്റെ ടോട്ടൽ ബിസിനസ് 100 കോടിക്ക് മുകളിൽ എത്തി നിൽക്കുന്നു. ചിത്രത്തിന്റെ അറബിക് വേർഷന്റെ ടീസറും കാര്യങ്ങളെല്ലാം 20 ദിവസങ്ങൾക്ക് മുന്നേ തന്നെ റിലീസ് ചെയ്തതാണ്. ആ ഒരു വേർഷൻ എന്നാണ് തിയേറ്ററിൽ എത്തുക എന്നുള്ളത് അറിയാൻ ആരാധകർക്ക് വലിയ രീതിയിലുള്ള ആഗ്രഹമുണ്ട്. ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള യാതൊരുവിധ അപ്ഡേറ്റും പുറത്തു വരുന്നില്ല. 80 കോടിയോളം വേൾഡ് വൈഡ് കളക്ഷൻ നേടിയ ചിത്രത്തിന് അറബിക് വേർഷൻ കൂടെ വരുന്ന സമയത്ത് കളക്ഷൻ ഇനിയും കൂടും. അറബിക് വേർഷൻ കൂടെ തിയേറ്ററിൽ എത്തുന്ന സമയത്ത് തിയേറ്റർ കളക്ഷനിലൂടെ മാത്രം 100 കോടിയിൽ എത്താൻ ടർബോ എന്ന ചിത്രത്തിന് സാധിക്കുമോ? എന്തായാലും ചിത്രത്തിന്റെ ടോട്ടൽ ബിസിനസ് വലിയ രീതിയിലുള്ള പ്രോഫിറ്റിലേക്ക് എത്താൻ മെഗാസ്റ്റാർ ചിത്രമായ ടർബോക്ക് സാധിച്ചു. മമ്മൂട്ടി കമ്പനിയിൽ ഇതുവരെയും തിയേറ്ററിലെത്തിയ സിനിമകളിൽ ഒറ്റ സിനിമക്ക് പോലും തിയേറ്റർ കളക്ഷന്റെ അടിസ്ഥാനത്തിൽ നോക്കുന്ന സമയത്ത് പോലും പരാജയപ്പെട്ടിട്ടില്ല. OTT റൈറ്റ്സും സാറ്റലൈറ്റ് റൈറ്റ്സ് എല്ലാം വരുന്ന സമയത്ത് ഗംഭീര പ്രോഫിറ്റ് ആണ് മമ്മൂട്ടി കമ്പനിയിൽ വന്ന 5 സിനിമകൾക്കും കിട്ടിയിരിക്കുന്നത്.